ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തി അവതരിപ്പിക്കുന്ന എപ്പിസോഡുകളാണ് ന്യൂസ് അപ്പ് മലയാളം എന്ന ഈ പുതിയ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാനൽ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ചാനലായതുകൊണ്ട് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഓരോ ദിവസം ഇടപെട്ട് പ്രധാനപ്പെട്ട ധനസഹായങ്ങൾ ഏതൊക്കെയാണെന്നും എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അഥവാ CMDRF എന്ന് പറയുന്ന ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്നും എങ്ങനെയൊക്കെ സാമ്പത്തിക സഹായം കിട്ടും, ആർക്കെല്ലാം കിട്ടും എന്നുള്ള വിവരമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കാണ് ഇത് ലഭിക്കുക. ചികിത്സയ്ക്കാവശ്യമായ ധനസഹായം, അപകടമരണം നേരിടുന്നവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം, വാസഗൃഹങ്ങൾ, ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കുള്ള തീപിടുത്തം, കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, മത്സ്യബന്ധന ഉപകരണങ്ങളുടെ നാശനഷ്ടങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം ലഭിക്കും. ഇതിനുള്ള അപേക്ഷ എവിടെ കൊടുക്കണം? cmo.kerala.gov.in എന്ന വെബ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കാനുള്ളത്. നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാം. അല്ലെങ്കിൽ MP-മാരുടെയോ MLA-മാരുടെയോ ഓഫീസ് മുഖേനയും അപേക്ഷിക്കാം എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തപാൽ മുഖേനയും അപേക്ഷ സമർപ്പിക്കാം. അതിന് സംസ്ഥാന മുഖ്യമന്ത്രി, സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം എന്ന മേൽവിലാസം മാത്രം ചേർത്താൽ മതിയാവും. ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കുന്ന വ്യക്തിയുടെ റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിൻ്റെ ആദ്യ പേജ്, ആധാർ കാർഡ് എന്നിവ വേണം. ചികിത്സാ ധനസഹായത്തിലാണെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. അപകട മരണത്തിനുള്ള ധനസഹായമാണെങ്കിൽ FIRൻ്റെ കോപ്പി വേണം. മരിച്ചതാണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പകർപ്പ് വേണം. മരണ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഇത്രയും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. 6 മാസത്തിനുള്ളിൽ എടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് നൽകാൻ ഉള്ളത്. അപകട മരണം സംഭവിച്ചവരുടെ ധനസഹായത്തിന് വേണ്ടി ആശ്രിതർ നൽകുന്നതാണെങ്കിൽ അപകട മരണം നടന്ന് 1 വർഷത്തിനുള്ളിൽ അപേക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഓൺലൈനായി നൽകിയാൽ അത് ഈ വില്ലേജ് ഓഫീസിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു കൊടുക്കുകയും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ തുക നൽകുകയും ചെയ്യുന്നത്. 2 ലക്ഷത്തിൽ താഴെയാണോ മുകളിലാണോ വരുമാന പരിധി എന്നിവ പ്രത്യേകം പരിശോധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേരത്തെ തന്നെ ഒരു റവന്യൂ ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ലത് ആയിരിക്കുകയും ചെയ്യും. താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ ജില്ലാ കളക്ടർ പരിശോധിക്കും. ജില്ലാ കളക്ടർക്ക് 10,000 രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം അനുവദിക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ അത്തരം അപേക്ഷകളാണ് വരുന്നതെങ്കിൽ 10,000 രൂപ വരെ ഉള്ളത് ജില്ലാ കളക്ടർ സാങ്ഷൻ ചെയ്ത് തരുകയും ചെയ്യും. ഈ സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് വേണ്ടി നിലവിൽ ഈ cmo.kerala.gov.in എന്ന് പറയുന്ന സൈറ്റ് വഴി തന്നെ നിങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ അർഹതാ മാനദണ്ഡം കൂടി പറയാം. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. ജീവിത ശൈലി രോഗങ്ങൾ, അതായത് ഡയബറ്റിക്സ്, BP, മറ്റ് സാധാരണ രോഗങ്ങൾക്കും ചികിത്സാ ധനസഹായം ലഭിക്കുന്നതല്ല. ഒരിക്കൽ ധനസഹായം ലഭിച്ച വ്യക്തിക്ക് 2 വർഷത്തിന് ശേഷം മാത്രമേ വീണ്ടും അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അർഹമായ കേസുകളിൽ ഈ സമയപരിധിക്കുള്ളിലും അധിക സഹായം ലഭിക്കുകയും ചെയ്യും. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണെങ്കിൽ ശസ്ത്രക്രിയാ തീയതി മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തുകയും വേണം. ഈ ധനസഹായം ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ, അതായത് അപേക്ഷകൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകുക. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കുന്നതിൻ്റെ പരിധി എങ്ങനെയാണെന്ന് നോക്കാം. ജില്ലാ കളക്ടർക്കാണെങ്കിൽ 10,000 രൂപ വരെ അനുവദിക്കാം. സ്പെഷ്യൽ സെക്രട്ടറിക്ക് 15,000 രൂപ വരെ അനുവദിക്കാം. റവന്യൂ മന്ത്രിക്ക് 25,000 രൂപ വരെയും മുഖ്യമന്ത്രിക്ക് 3 ലക്ഷം രൂപ വരെയും അനുവദിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ ആ അപേക്ഷ അർഹത ഉള്ളതാണെങ്കിൽ ഈ
100 മണിക്കൂറിനുള്ളിൽ തന്നെ ആ സഹായം ലഭിക്കും എന്നുള്ളതും പ്രത്യേകിച്ചും ഓർമ്മിച്ചിരിക്കുക. ഇതുപോലുള്ള ധനസഹായ പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ തുടർന്നുള്ള എപ്പിസോഡിലും പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നന്ദി.